പ്രമേഹ രോഗികൾ ചെയ്യേണ്ട പ്രധാന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അത് രോഗനിർണയ സമയത്തും അതുപോലെ തന്നെ ഫോളോ വിസിറ്റ്സിലും ചെയ്യേണ്ട ടെസ്റ്റുകൾ. ആദ്യമായി പറയുന്ന ടെസ്റ്റ് HbA1c, അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ആവറേജ് പറയുന്ന ടെസ്റ്റ്. 3 മാസത്തെ ആവറേജ് ആണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസും പോസ്റ്റ് പാൻഡ് ബ്ലഡ് ഗ്ലൂക്കോസും ചെയ്യുന്നതോടൊപ്പം തന്നെ HbA1c ചെയ്യുക രോഗനിർണയ സമയത്തും അതുപോലെ തന്നെ എല്ലാ ഫോളോ അപ്പ് വിസിറ്റ്സിലും. രണ്ടാമതായി പറയുന്ന ടെസ്റ്റ് ലൈപ്പിഡ് പ്രൊഫൈൽ. ലൈപ്പിഡ് പ്രൊഫൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമല്ല, LDL കൊളസ്ട്രോളും HDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഇവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. അതുപോലെ മൂന്നാമതായി പറയുന്ന ടെസ്റ്റ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ പൊതുവേ നമ്മൾ പറയുന്നത് ലിവർ എൻസൈംസ് ആണ്, അതായത് SGOT, SGPT ഇവയും ചെയ്ത് നോക്കേണ്ടതാണ്. നാലാമതായി പറയുന്ന റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് നമ്മൾ സാധാരണയായി നോക്കുന്ന ക്രിയാറ്റിനോടൊപ്പം തന്നെ പ്രമേഹ രോഗികൾ യൂറിനിലെ ആൽബുമിൻ്റെ അളവ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യൂറിൻ മൈക്രോ ആൽബുമിനോ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നോക്കേണ്ടതാണ്. ഇതുകൂടാതെ ടൈപ്പ് 1 പ്രമേഹ രോഗികളാണെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, എസ്പെഷ്യലി TSH, അതുപോലെ തന്നെ സീലിയാക് ഡിസീസ് സ്ക്രീനിങ്ങും ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ പ്രമേഹ രോഗികളിൽ തന്നെ മെറ്റ്ഫോർമിൻ 5 വർഷത്തിന് മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റമിൻ B12 ടെസ്റ്റിങ്ങും, പ്രഷറിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾ പൊട്ടാസ്യം ലെവൽസും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. CBC അഥവാ ടോട്ടൽ കൗണ്ട് നോക്കേണ്ടതാണ് ഡയഗ്നോസിസ് സമയത്ത്. ഇത് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയുന്നതിനും അതുപോലെ തന്നെ അനീമിയ എന്തെങ്കിലും ഉണ്ടെന്ന് തിരിച്ചറിയാനുമാണ്. ഇതുകൂടാതെ കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ D മുതലായ ടെസ്റ്റുകൾ കിഡ്നി രോഗമുള്ളവരും അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസോ റീനൽ സ്റ്റോൺസ് ഉള്ളവരോ ചെയ്ത് നോക്കേണ്ടതാണ്.